സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ നടപടിയെടുത്ത ഗവർണർ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകി. This is a pure case of murder. This is not ragging. Because the post-mortem report shows that his stomach was totally empty, which means he was not allowed to eat or drink anything for more than 24 hours. Now, how is it possible that inside the university campus, this kind of gruesome activity is going on and nobody from the university authorities come to know about it? Then there is something fishy about it. That in every university, SFI has converted one hostel into their headquarters, where even university authorities feel scared to go there. And what I had said earlier, that SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI. So it is a clear-cut failure on the part of the university authorities. So therefore, we have decided to suspend the Vice Chancellor of the university and order an inquiry. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, കൃത്യമായ ഇടപെടലാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ള നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് കരുതേണ്ടത്? രോഹിണി, ഒരു ജഡ്ജിയുടെ അന്വേഷണം അത് ആവശ്യപ്പെട്ടാണ്, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ രാജ്ഭവൻ തന്നെ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം ഹൈക്കോടതിയിൽ നിന്നും ഈ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയത്. അതനുസരിച്ചുള്ള തുടർ നടപടികൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്നാലും അന്വേഷണ വിധേയമായി എം.ആർ. ശശീന്ദ്രനാഥ് എന്ന വൈസ് ചാൻസലറിനെ സസ്പെൻഡ് ചെയ്യാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നു. ഗവർണർ ഇതിന് ഉത്തരവിട്ടിരിക്കുന്നു. നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് കോളേജ് സർവകലാശാലയ്ക്കും കോളേജിനും കൃത്യമായ വീഴ്ച ഇതിൽ സംഭവിച്ചു. ഈ വിഷയം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച പറ്റി. അത് ഈ വ്യക്തമായി തന്നെ ഈ സസ്പെൻഷൻ ഉത്തരവിലും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ചാൻസലർ എന്ന നിലയ്ക്ക് എം.ആർ. ശശീന്ദ്രനാഥിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകൾ അത് പരാജയമായിരുന്നു. കൃത്യസമയത്ത് ഈ വിഷയം അറിയിക്കുന്നതിന് ഈ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നും ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നു. അതായത് 19-ാം തീയതി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതിന് ശേഷവും ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിനോ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതിനോ പരിശോധിക്കുന്നതിനോ ഒന്നും വൈസ് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. അതിൽ വലിയ പരാജയമാണ്, വീഴ്ചയാണ് സംഭവിച്ചതെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ഇത് സ്വാഭാവികമായും വൈസ് ചാൻസലറിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ഈ അന്വേഷണം ഇനി അല്ലെങ്കിൽ ഈ നടപടികൾ ഇനി കൃത്യമായി നീളേണ്ടത് ഡീനിലേക്കും രജിസ്ട്രാറിലേക്കും ഒക്കെയാണ്. കാരണം വളരെ നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് നേരത്തെ തന്നെ ഡീൻ എം.ആർ. നാരായണൻ നൽകിയിരുന്നത്. വേറെ തിരക്കുകൾ ഉള്ളതിനാൽ ഈ കാര്യം അറിയിക്കാൻ കഴിഞ്ഞില്ല, കൃത്യമായി ഇത് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല എന്ന നിരുത്തരവാദപരമായ മറുപടി അദ്ദേഹം നൽകി. അതിൽ വലിയ വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. ബന്ധുക്കളടക്കം ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. എന്തായാലും അത്തരം നടപടികളിലേക്ക് കൂടി ഗവർണർ നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ അത്തരം നടപടികൾ കൂടി ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വൈസ് ചാൻസലർ ഇപ്പോൾ ഈ എം.ആർ. ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. 2 ദിവസത്തിനകം തന്നെ ഹൈക്കോടതിയിൽ നിന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ നടപടി അത് വരും. അതിനനുസരിച്ച് തുടർ നടപടികൾ രാജ്ഭവൻ സ്വീകരിക്കുമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയത്. ശരി ചന്തു. സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ നടപടിയെടുത്ത ഗവർണർ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്തും നൽകി. ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്.